എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് 3 മുട്ട എടുക്കുന്നുണ്ട്. ആദ്യം ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ വേണം പൊട്ടിച്ചിട്ട് കൊടുക്കാൻ. ഇച്ചിരി വലിപ്പമുള്ളൊരു സ്പൂണോ തവിയോ വെച്ചോ മുട്ടയുടെ യെല്ലോ അങ്ങ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഓരോ മുട്ട പൊട്ടിച്ചിട്ട് അതുപോലെ യെല്ലോ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. ഓരോ യെല്ലോ സെപ്പറേറ്റ് വേണം പാത്രത്തിൽ മാറ്റാനായിട്ട് കേട്ടോ. എല്ലാ യെല്ലോയും കൂടെ ഒന്നിച്ചിട്ട് വെക്കരുതേ. അങ്ങനെ 3 മുട്ടയുടെ യെല്ലോ മാറ്റിയിട്ടുണ്ട്. അതുപോലെ വൈറ്റ് പോർഷൻ അതങ്ങ് മാറ്റി വെക്കുക. ഒരു ബൗളിലോട്ട് 3 ബ്രെഡ് എടുക്കുക. ഇതിലോട്ട് 150 ml പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് അടിച്ച് പതിപ്പിക്കുക അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് അത് ഈ ബ്രെഡിൻ്റെ അകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ അകത്ത് കുതിർന്ന ബ്രെഡും മുട്ടയുടെ വെള്ളയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അരമുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ സവാള. ഇതെല്ലാം ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒറിഗാനോ ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറിഗാനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തവയുടെ എല്ലാ ഭാഗത്തോട്ടും എണ്ണ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒരു 2 ടേബിൾ സ്പൂൺ തവിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഷേപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി പോലെ ഒന്നാക്കി വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. പാലൊഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ പാൽ ഒത്തിരി അങ്ങ് കൂടിപ്പോവരുത് കേട്ടോ. ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നമുക്ക് ഈ മുട്ടയുടെ യെല്ലോ ഉണ്ടല്ലോ, ഒരു മുട്ടയുടെ യെല്ലോ ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ശകലം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ശകലം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് എല്ലോ ഒന്ന് വേവിച്ചെടുക്കുക. ചിലർക്ക് എല്ലോ അധികം വേവുന്ന ഇഷ്ടമായിരിക്കത്തില്ല. മുട്ട നമ്മൾ പുളിസ് ഉണ്ടായി കഴിക്കത്തില്ലേ, ചിലർക്ക് ഈ എല്ലോ അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കോരി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ബ്രെഡും മുട്ടയും വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ചിടുന്നതിന് മുമ്പേ മുട്ടയിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഈ ഫില്ലിങ് വെച്ച് കൊടുത്തില്ലയോ, വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ എല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം വെച്ച് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോയും വൈറ്റും തമ്മിൽ സെപ്പറേറ്റ് ആക്കിയില്ലേ, അപ്പോൾ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ വെജിറ്റബിൾസിൻ്റെ അകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നിങ്ങൾക്ക് അതെങ്ങനെ അടിച്ചെടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ തേക്കുക, എന്നിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ എല്ലാം വെച്ച് കൊടുക്കാത്ത സാധനം ഞാനിങ്ങനെ ചെയ്തെടുത്തിരുന്നു ബാക്കിയുള്ളത്. ഇതാണ് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അങ്ങനെയും കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് കൊടുത്തു വിടാൻ പറ്റും. ഇത് ബ്രെഡും കൂടെ ചേർത്തിട്ട് പിന്നെ കഴിക്കണം കേട്ടോ. അന്നേരമാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. ബ്രെഡിൻ്റെ അകത്ത് വെച്ചും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.